കണ്ണാടിക്കല്ലുകൾ വെച്ചുപിടിപ്പിച്ചാൽ സ്വർണ്ണാഭരണങ്ങൾക്ക് ഭംഗി കൂടും. പാലക്കാട് കൽവാക്കുളത്തെ കണ്ണാടിക്കല്ലുകളുടെ നിർമ്മാതാക്കളെ ഇനിയൊന്ന് പരിചയപ്പെടാം ന്യൂസ് മോർണിംഗിലൂടെ. കൽവാക്കുളം അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് ഭംഗി കൂട്ടുന്ന നാട്. ടിപ്പു സുൽത്താന്റെ ഭരണകാലത്ത് പാലക്കാടേക്ക് കൂട്ടമായെത്തിയ ജംഗമ സമുദായക്കാരാണ് ഈ നാട്ടിലുള്ളത്. സ്വർണ്ണാഭരണങ്ങളിൽ കാണുന്ന ഭംഗിയുള്ള കല്ലുകൾ ആവശ്യാനുസരണം നിർമ്മിക്കുന്നതിൽ വിദഗ്ധരായവരാണ് കൽവാക്കുളത്തുകാർ. മൈസൂർ രാജാവിന്റെ സിംഹാസനത്തിനും കിരീടത്തിനും ആടയാഭരണങ്ങൾക്കും ഉൾപ്പെടെ കല്ലുകൾ കൊണ്ട് ഭംഗി കൂട്ടിയത് ഇവരായിരുന്നു. ഇന്നും നിശബ്ദമായി ഇവർ ഈ ജോലി തുടരുന്നു. കണ്ണാടിക്കല്ലുകൾ ചണയിൽ ആകൃതിയിൽ മുറിച്ചെടുക്കുന്നതാണ് ആദ്യഘട്ടം. പിന്നീട് സൈസിംഗ്, പോളിഷിംഗ്, ബഫ് പോളിഷിംഗ് എന്നീ ഘട്ടങ്ങളിലൂടെ മിനുക്കിയെടുക്കും. ഒടുവിൽ ആഭരണങ്ങളിൽ പതിപ്പിക്കും. ഇപ്പോൾ ഈ ഞങ്ങളുടെ അതിൽ ശേഷിച്ച് വരുന്നത് നോക്കുമ്പോൾ ഒരു 6-7 കുടുംബം ഇപ്പോൾ ഉള്ളൂ ഈ പണി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ തലമുറയിൽ ഇങ്ങനെ ഇത് അവസാനിക്കണം വരെ കാണുന്നു. ഞങ്ങളുടെ ഈ സമുദായത്തിൻ്റെ ഇതിൽ ഞങ്ങൾ പൂർവീകം ആന്ധ്രയിൽ നിന്ന് അച്ഛൻ്റെ കാലത്ത് ആന്ധ്രയിൽ നിന്ന് അങ്ങനെ ബാംഗ്ലൂർ വന്നു, ബാംഗ്ലൂരിൽ നിന്ന് അങ്ങനെ ഞങ്ങളിവിടെ കേരളത്തിൽ വന്ന് സെറ്റിലായതാണ്. പിന്നെ ഇത് രാജകുടുംബത്തിൽ, മൈസൂർ രാജകുടുംബത്തിലും ഇതിൻ്റെ വർക്കുകൾ നമ്മുടെ തലമുറ ചെയ്തിട്ടുണ്ടായിരുന്നു. കല്ലുകളുടെ തിളക്കം ഇന്ന് ഇവരുടെ ജീവിതത്തിലില്ല. കല്ലുകൾ നിർമ്മിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കളുടെ വില വർദ്ധിച്ചു. എന്നാൽ നിർമ്മിച്ചു നൽകുന്ന കല്ലുകൾക്ക് അത്ര വില ലഭിക്കുന്നില്ല. രാവും പകലും ജോലി ചെയ്താണ് ആവശ്യമായ വരുമാനം കണ്ടെത്തുന്നത്. പുതിയ തലമുറ മറ്റു ജോലികൾ അന്വേഷിച്ച് പോവുകയാണ്. മേഖലയിൽ ഇന്നുള്ളവർ കൂടെ കണ്ണാടിക്കല്ലുകളുടെ നിർമ്മാണം നിർത്തിയാൽ കൽവാക്കുളവും സാധാരണ ഒരു നാടായി മാറും. ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂറിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, പാലക്കാട്.